എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൽനൂർ ഐലൻഡ് ആണ്. ഈ കാണുന്നത് അൽ മജാസ് ഏരിയ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് അൽനൂർ ഐലൻഡ്. ഇതൊരു മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ അൽനൂർ ഐലൻഡ് ആണ്. ആ കാണുന്നതാണ് അൽനൂർ ഐലൻഡ്. ആ അൽനൂർ ഐലൻഡ് ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാലം വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ നമ്മൾ ഈ ദ്വീപിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഈ ഐലൻഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിൻ എൻട്രൻസിൽ ചെറിയൊരു ഗേറ്റും കാര്യങ്ങളും ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഈ അൽ മജാസ് ഏരിയയുടെ ഓപ്പോസിറ്റാണ് അൽനൂർ ഐലൻഡ്. ഇതൊരു പാർക്കും കൂടി ആയതുകൊണ്ട് ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിൽ നടക്കാനും ഒക്കെ കാഴ്ചകൾ കാണാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ പക്ഷികൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ ഒരു വീഡിയോ എടുക്കുന്നത് വളരെ ചൂടുള്ള ഒരു സമയത്താണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ചൂടൊക്കെ ഒന്ന് താഴ്ന്ന ശേഷം കയറാവില്ല. പിന്നെ ആണെങ്കിൽ ഓൾമോസ്റ്റ് അൽനൂർ വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാവരും ഡെയിലി വന്ന് ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് ഓൾമോസ്റ്റ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ദ്വീപിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളും ഞാനും എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് നമുക്ക് ആസ്വദിക്കാം. ആദ്യം തന്നെ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ബട്ടർഫ്ലൈ ഹൗസാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വന്ന് കയറുമ്പോൾ ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ ഡിസൈനും യൂണിക് ഡിസൈനുകളാണ്. ഈ കാണുന്ന ബട്ടർഫ്ലൈ ഹൗസ് ആണ്. അതിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണെങ്കിൽ പോലും ആ ഡിസൈനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായ ഡിസൈനാണ്. പിന്നെ ഈ ഒരു ദ്വീപിലെ ഈ ഐലൻഡിലെ ബിൽഡിംഗ് ആയാലും യൂണിക്കായിട്ടുള്ള പല ഡിസൈനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എല്ലാം ഒരു യൂണിക് ഡിസൈനുകളാണ്, എല്ലാം ഒരു വെറൈറ്റി ഡിസൈനുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നതിപ്പോൾ രാത്രി സമയങ്ങൾ, രാത്രിയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ ദ്വീപിലെ മൊത്തം കാണാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് രാത്രി കാഴ്ചകൾ. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിശാലമായ ഏരിയയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു നടപ്പാതയിലൂടെ നമ്മൾ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും നല്ല മരങ്ങളും വൃക്ഷങ്ങളുമായിട്ട് വളരെ ഒരു വനത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതിനിധി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ വളരെ മനോഹരമായ ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. പകൽ സമയത്ത് വരുമ്പം ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഭൂമിയായിരിക്കും കാണുന്നത്. രാത്രി വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ വേറൊരു മോഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ച് നാട്ടിൽ പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ വരുമ്പോൾ നമുക്ക് വലിയതായിട്ട് തോന്നില്ല പകൽ സമയത്ത്. പക്ഷേ രാത്രി വളരെ ഡിഫറൻ്റായിട്ടൊരു വൈബ് തന്നെയാണ്, അത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല.
ഈ കാണുന്ന കല്ലാണെങ്കിൽ 1995 കൊണ്ടുവന്നതാണ്. ഇത് 300 മില്യൺ വർഷം പഴക്കമുള്ള സ്റ്റോൺ ആണെന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ബ്രസീലിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഈ ദ്വീപിന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും അവർ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു സൈഡിൽ തന്നെ ഒരു പ്ലേ ഏരിയ സൈഡിൽ തന്നെയുണ്ട് ഇവിടെ. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ് ഇപ്പോൾ. ഫാമിലിയായിട്ട് വരുന്നവരെയും കുട്ടികളെയാണെങ്കിൽ ഒരുപോലെ ആകർഷിക്കുന്ന പല പല കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫാമിലിക്ക് ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഊഞ്ഞാൽ പോലുള്ള കാര്യങ്ങളുണ്ട്, അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ വൈകുന്നേരങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് അൽ മജാസ് ഏരിയയുടെ രാത്രി കാഴ്ചകളാണ് കാണുന്നത്. ഇതൊക്കെ ആസ്വദിച്ച് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ദ്വീപ്. ഇതിന് ചുറ്റുപാടും നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കാരണം നല്ല പഴക്കമുള്ള പല മരങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണിപ്പോൾ. ഇതൊരു വളരെ വ്യത്യസ്തമായൊരു മിററാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ മിറർ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് ആ നടപ്പാതയിലൂടെ മുന്നോട്ട് ഇറക്കിയാണ്. അവിടെ നിന്ന് നമ്മൾ കാണുന്നത് അൽ മജാസിൻ്റെ രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ അറബിക് കാരിക്കച്ചറാണ് കാണുന്നത്. ഇതൊരു പോയമാണ്, ഒരു കവിത പോലെയാണ് നമ്മൾ ഈ ഒരു ഗ്ലോബ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു കാരിക്കച്ചർ രൂപത്തിൽ ഒരു പോയമാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പകൽ സമയത്ത് വന്ന ഇത്ര ഒരു ഇതായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ലൈറ്റ് രാത്രിയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലൈറ്റ് ഇടുമ്പോഴാണ് ഈ കാരിക്കച്ചറിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണാൻ പറ്റുക, നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അറബിക് കാരിക്കേച്ചറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് വെള്ളമില്ലാതെ വളരുന്ന മരുഭൂമികളിൽ കാണപ്പെടുന്ന ചെടികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കള്ളിമുള്ളിച്ചെടി എന്നും പറയും, ചിലർ മുൾച്ചെടി എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ രാത്രിയിൽ വന്നതുകൊണ്ട് ഓരോ മരങ്ങൾക്കടിയിൽ വ്യത്യസ്തമായ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് റെസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഇത്രയും ഈ ദ്വീപിൽ ഇത്രയും നടന്ന് ക്ഷീണിച്ച് വന്ന് ഇവിടുന്ന് റെസ്റ്റ് എടുക്കാനും ഇതിനൊരു വാഷ്റൂം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓരോ ഡിസൈനും യൂണിക്കാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ഓരോ ഡിസൈനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ യൂണിക്കായിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ നാട്ടിലെ പർഗോളയൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഡിസൈനുകളാണ്.
മൊത്തം നടന്നു വന്നുകൊണ്ട് കുറച്ച് നേരം നടക്കുന്നത് കാരണം നമ്മൾ നല്ലപോലെ ടയേർഡായിരുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ ഇറങ്ങിയാണ്. ഈ കാണുന്ന മരം ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള മരമാണ്. ഇതിന് സിൽക്കി ഫോൾസ് ട്രീ എന്നാണ് പറയുന്നത്. നല്ല മുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ട്രീക്ക്. ഇങ്ങനെ 100 കണക്കിന് മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ട ശേഷം മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അൽനൂർ ഐലൻഡ്. ഈ അൽനൂർ ഐലൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഏകദേശം വൈകുന്നേരം 5:30 വന്നത്. അത് കാരണം ഞങ്ങൾക്ക് ബട്ടർഫ്ലൈ ഹൗസിലെ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. അത് അപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്തു. അതിന് മുമ്പ് വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ പറയുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ.